എപ്പോഴാണ് മൃത്യു വരുന്നതെന്ന് ഓർക്കാതെ ജീവിക്കുന്നത് എന്ത് കഷ്ടമാണ്. പ്രിയ സഹോദരങ്ങളെ, അതെപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും സംഭവിക്കാം. അതിനു മുമ്പേ രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ വഴിയിൽ കൂടി നിങ്ങൾ കടന്നു പോകുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടാകുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ളതായ കാര്യം ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ ഓടിയതും അധ്വാനിച്ചതുമെല്ലാം വൃഥാവായിത്തീരും. അവസരം നഷ്ടമാക്കി കളയാതെ നല്ല കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിപ്പാൻ ഇന്ന് രാത്രിയിൽ എല്ലാവരെയും പ്രബോധിപ്പിക്കുന്നു. പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് വീണ്ടും അടുത്തു വരാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ഈ മീഡിയയിൽ കൂടി കാണുവാൻ ദൈവം നമുക്കൊരവസരം കൂടി തന്നല്ലോ. ഒരു വേദഭാഗം കൂടി വായിച്ച് കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം. 147 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ഭാഗമാണ് നമ്മൾ വായിച്ചതായ ഈ സങ്കീർത്തനം. ദാവീദ് ദൈവത്തെ പാടി സ്തുതിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുവാനായി നമ്മളോട് പ്രബോധിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭവാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഊചിതവും തന്നെ. അപ്പോൾ യഹോവയ്ക്ക് പാടുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ വിടുതലാണ്. അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ എന്ന് ദാവീദ് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കരുതലുകൾ അനുഭവിച്ച വ്യക്തിയാണ് ഇന്ന് രാത്രിയിൽ നമ്മളോട് പറയുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. അതിൻ്റെ കാരണം എന്താണെന്ന് താഴോട്ടുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അത് അതിൻ്റെ ആഹാരം കൊടുക്കുന്നു. മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് നാം ഒന്ന് ചിന്തിച്ചാൽ ഈ ലോകത്ത് ജീവനുള്ളതിനെല്ലാം ദൈവം അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. പക്ഷികൾക്ക് അതിൻ്റെ ആഹാരം കൊടുക്കുന്നു, മൃഗങ്ങൾക്ക് അതിൻ്റെ ആഹാരം കൊടുക്കുന്നു, മറ്റ് പുല്ല്, മറ്റ് മരങ്ങൾ, മൃഗങ്ങൾ എല്ലാറ്റിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴയൊരുക്കുന്നു, അവൻ പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. പുല്ലുപോലും മുളയ്ക്കുവാൻ മഴ കൊണ്ട് ദൈവം അതിനെ നനയ്ക്കുന്നു. മൃഗങ്ങളും പക്ഷികളും സസ്യലതാദികളുമെല്ലാം അതതിൻ്റെ ആഹാരം കൊടുത്ത് അതിനെ സംരക്ഷിക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തെ നമുക്ക് ഈ വേദഭാഗത്തിൽ ദാവീദ് വരച്ചു കാണിക്കുകയാണ്. ആ ദൈവത്തിന് കീർത്തനം ചെയ്യുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഊചിതവും തന്നെ. അപ്പോൾ അതത് ആഹാരം കൊടുത്ത് ഈ ലോകത്ത് മനുഷ്യനൊഴികെ ബാക്കി എല്ലാറ്റിനെയും സ്വർഗത്തിലെ ദൈവം നടത്തുമ്പോൾ തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ 14 വാക്യത്തിൽ വചനം പറയുകയാണ്: തൻ്റെ ജനത്തെ വിശേഷമായ ഗോതമ്പ് കൊണ്ട് തൃപ്തി വരുത്തുന്നു. അപ്പോൾ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുമ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം വിശേഷമായ ഗോതമ്പ് കൊണ്ടവന് തൃപ്തി വരുത്തുന്നു. ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്നതെല്ലാം വിശേഷമായതാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, കാടപ്പക്ഷിയെ ദൈവം കൊടുത്തു. അതുവരെ ആരും ഭക്ഷിക്കാതിരുന്ന ആ ആഹാരം ദൈവം അവർക്ക് കൊടുത്തു.
മന്ന കൊടുത്തു. സ്വർഗീയമായത് തന്നെ ദൈവം അവർക്ക് കൊടുത്തു. കാടപ്പക്ഷിയെ കുറിച്ച് പറയുന്ന 1000 കോഴിക്ക് അരക്കാടെന്നാണ്. 1000 കോഴി കഴിക്കുന്നതിന് തുല്യമാണ് അരക്കാട്. അത്രയ്ക്ക് പോഷക ഗുണമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട മാംസാഹാരം ദൈവം അവർക്ക് കൊടുത്തു. സ്വർഗീയമായ മന്ന ദൈവം അവർക്ക് കൊടുത്തു. പുഴകളിലും നദികളിലുമൊക്കെ ഒഴുകുന്ന ജലത്തിന് മാലിന്യമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പാറയിൽ നിന്നവർക്ക് മധുരമുള്ള വെള്ളം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തതെല്ലാം വിശേഷമായിട്ടുള്ളതാണ്. തൻ്റെ ജനത്തെ രക്ഷിച്ചെടുക്കുവാൻ തൻ്റെ ഓമന പുത്രനെ ഏറ്റവും വിശേഷമായതിനെ തന്നെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ ദൈവം സ്നേഹിച്ചു. മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കരുതലുകൾ എത്ര ശ്രേഷ്ഠകരമാണെന്ന് നാം ഒന്ന് ഓർത്തു നോക്കുക. ചെങ്കടൽ വിഭാഗിച്ച് ദൈവം തൻ്റെ ജനത്തെ ഉണങ്ങിയ നിലത്തുകൂടി മറുകരയിലെത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കടന്നുപോയ വഴികളിൽ ഉണ്ടായിരുന്ന പതിയിരുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നെല്ലാം സ്വർഗം അവരെ രക്ഷിക്കുവാൻ ഇടയായി തീർന്നു. എത്ര ശ്രേഷ്ഠകരമായ പരിപാലനമാണ്! ഈ ലോകത്തൊരിടത്തും ലഭിക്കാത്ത പാലും തേനും ഒഴുകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേശം ദൈവം അവർക്ക് ദാനമായി നൽകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ദൈവം ഇത്ര വിശേഷമായതുകൊണ്ട് അവരെ പോഷിപ്പിക്കുവാൻ കാര്യമെന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം സകലവും നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്ന ദൈവം അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? സകലവും, സ്വർഗത്തിലുള്ള സകല നന്മകളാലും ദൈവം തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹങ്ങൾ അനുഭവിച്ച ജനത്തെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനം ഈ ലോകത്തില്ല എന്ന് 20-ാം വാക്യത്തിൽ പറയുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ എന്ന പദവി അലങ്കരിക്കുന്ന ആമേൻ ദൈവജനത്തിന് ദൈവം ചെയ്തതുപോലെ ആർക്കു വേണ്ടിയും ഇന്നും ഒരത്ഭുതവും അടയാളവും സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും എന്തത്ഭുതവും ചെയ്യുവാൻ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ വിശ്വാസ ജീവിതം നിലനിർത്തുവാൻ, നമ്മുടെ ആത്മീയ ജീവിതം നിലനിർത്തുവാൻ, നമ്മുടെ ശുശ്രൂഷകൾ നിലനിർത്തുവാൻ, നമ്മുടെ കുടുംബജീവിതം നിലനിർത്തുവാൻ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുവാൻ, ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നതായ കൃപ, വരങ്ങൾ എല്ലാം നിലനിർത്തുവാൻ, എന്തത്ഭുതവും അടയാളവും വീര്യപ്രവൃത്തിയും ചെയ്യുവാൻ ദൈവം സർവശക്തനാണ്. അത് വിശേഷമായതുകൊണ്ട് അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ പറയുകയാണ്, നമ്മുടെ ദൈവത്തിന്, ആ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഊചിതവും തന്നെ. അതുകൊണ്ട് സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. ആമേൻ. ദാവീദ് വെറുതെയല്ല ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായി തീർന്നത്. വിശേഷതയുള്ളവരായി നമ്മളെ കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി വിശേഷമായ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം, പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കുന്ന ദൈവം, ആർക്കും ലഭിക്കാത്ത അന്യഭാഷയാൽ നമ്മളെ നിറയ്ക്കുന്ന ദൈവം, ആ ദൈവത്തെ കളഞ്ഞിട്ട് നമുക്ക് എവിടെ പോകുവാനാണ്? ഇന്ന് രാത്രിയിൽ ആ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ലഭിച്ചതായ ഈ അവസരത്തിൽ കർത്താവിനെ അല്ലാതെ മറ്റാരെ പാടി സ്തുതിക്കുവാനാണ്? അതിന് യോഗ്യതയുള്ള ആരാണ് ഇവിടെയുള്ളത്? ഇത്ര ശ്രേഷ്ഠകരമായി നമ്മളെ നടത്തുന്ന ആ സർവശക്തനായ ദൈവത്തെ ഇന്ന് രാത്രിയിലും പാടി സ്തുതിക്കുവാൻ, അവന് കീർത്തനം ചെയ്യുവാൻ, 10 കമ്പിയുള്ള വീണ കൊണ്ടും ആമേൻ വാദിത്രം കൊണ്ടും അവനെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കുന്നതാണ്. നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇത്ര വിശേഷപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ജാതി വേറെയില്ല. ദൈവത്താൽ കാര്യങ്ങൾ നടത്തപ്പെടുന്ന, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, ദൈവത്താൽ കർത്തൃത്വം നടത്തപ്പെടുന്ന ഒരു ജാതി ഈ ലോകത്ത് വേറെയില്ല. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, കർത്താവിലേക്ക് നിങ്ങൾ അടുത്തു വരും. വിശേഷമായതുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു. ആ ദൈവത്തിങ്കിലേക്ക്
അടുത്തു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നീ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുമ്പോൾ വിശേഷമായതുകൊണ്ട് ഞങ്ങളെ തൃപ്തി വരുത്തി അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളെ ഇത്രത്തോളം പരിപാലിപ്പാൻ ഞങ്ങൾ എന്തുള്ള കർത്താവേ, അശ്രേഷ്ഠമായ നന്മകൾ സ്വർഗീയമായത് തന്നെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യും. ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ദൈവിക വാഗ്ദത്തങ്ങളെ ഞങ്ങൾക്ക് നൽകിയ ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അവിടുത്തെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ ധന്യമറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.